പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് വേദവ്യാസനാൽ വിരചിതമായ ഭഗവത്ഗീതയിലെ സാഖ്യയോഗം എന്ന 2-ാമത്തെ അധ്യായത്തിലെ 15-ാമത്തെ ശ്ലോകമാകുന്നു. നമുക്കാദ്യം ശ്ലോകം കേൾക്കാം. യം ഹി ന വ്യഥയന്ത്യേതേ പുരുഷം പുരുഷർഷഭ സമദുഃഖസുഖം ധീരം സോമൃതത്വായ കൽപ്പതേ. ഇനി ഈ ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. യം ഹി ന വ്യഥയന്തി ഏതേ പുരുഷം പുരുഷർഷഭ സമദുഃഖസുഖം ധീരം സഹ അമൃതത്വായ കൽപ്പതേ. ഇനി നമുക്ക് അടുത്തതായി ചർച്ച ചെയ്യുന്നത് ഈ ശ്ലോകത്തിൻ്റെ അന്വയ ഭാഗമാണ്. ശ്രദ്ധിക്കുക. ഹേ പുരുഷർഷഭ ഏതേ സമദുഃഖസുഖം ധീരം യം പുരുഷം ന വ്യഥയന്തി സഹ അമൃതത്വായ കൽപ്പതേ ഹി. ഇനി അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ശ്ലോകത്തിൻ്റെ സാരാംശമാകുന്നു. അല്ലയോ പുരുഷശ്രേഷ്ഠനായ അർജുന, ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളോടുള്ള സംബന്ധങ്ങൾ സമദുഃഖങ്ങളെ സമമായി ചിന്തിക്കുന്നവനും വിവേകിയുമായ യാതൊരു പുരുഷനെയാണോ വ്യസനിപ്പിക്കാത്തത്, ഇപ്രകാരമുള്ള വ്യസനങ്ങളെ ഒരു തരത്തിലും ബാധിക്കാത്തത്, ആ വ്യക്തി മോക്ഷത്തിന് യോഗ്യനാകുന്നു. ഇതാകുന്നു ഈ ശ്ലോകത്തിൻ്റെ സാരാംശം. നമസ്തേ.